നമസ്കാരം. CPM ബ്രാഞ്ച് സെക്രട്ടറി യുവതിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി, അതും മദ്യപിച്ച്. എൻ്റെ നാട്ടിൽ നടന്ന ഒരു സംഭവവികാസമാണ്. അതിൻ്റെ വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോഴാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ആരോപണ വിധേയനായിട്ടുള്ള ബ്രാഞ്ച് സെക്രട്ടറി അരുൺകുമാർ ഫോണിൽ വിളിച്ചിട്ട് തൻ്റെ നിരപരാധിത്വത്തെക്കുറിച്ച് സംസാരിക്കുകയും താൻ ഒരു കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ടതിൻ്റെ പേരിൽ തൻ്റെ പേരിൽ വ്യാജമായിട്ട് ഒരു വാർത്ത സൃഷ്ടിച്ച് പുറത്തിറക്കിയ കാര്യം വിശദീകരിച്ചതും അതിൽ സത്യമുണ്ടെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവിടെ പോയി വാർത്ത എന്താണെന്ന് മനസ്സിലാക്കി കുടുംബ പ്രശ്നത്തിന്, അതായത് അമ്മാവനും മരുമകളും തമ്മിലുള്ള പ്രശ്നത്തിൽ ചെറുമകനായിട്ടുള്ള ബ്രാഞ്ച് സെക്രട്ടറി, അത് ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടല്ല, ആ കുടുംബാംഗം എന്നുള്ള നിലയ്ക്ക്, അവരുടെ ബന്ധു എന്നുള്ള നിലയ്ക്ക് ആ വിഷയത്തിൽ ഇടപെട്ടതിനെ CPM ബ്രാഞ്ച് സെക്രട്ടറി എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ ആലപ്പുഴയിൽ പ്രളയ ക്യാമ്പിലുണ്ടായിരുന്നല്ലോ ഓമനക്കുട്ടൻ എന്ന് പറയുന്ന വ്യക്തി, അതായത് അവിടെ സാധനം എത്തിച്ചതിൻ്റെ ഓട്ടോ കൂലി എല്ലാവരിൽ നിന്നും കൂടി പിരിവെടുത്ത് 72 രൂപ കൊടുത്തപ്പോൾ കൈക്കൂലി മേടിച്ചു എന്ന് മാധ്യമ വാർത്തകൾ ഉണ്ടാക്കിയത് പോലെ തന്നെ അരുൺകുമാർ എന്ന സാധാരണക്കാരനായിട്ടുള്ള ഒരു ബ്രാഞ്ച് സെക്രട്ടറിയെ കുറിച്ച് വന്ന മാധ്യമ വാർത്തയിലെ സംഭവബഹുലമായ ഒരു ദൃശ്യം എന്നോണം അവതരിപ്പിച്ചത് ദേ ഈ കാണുന്ന ദൃശ്യമാണ്. മറ്റൊന്നും തെളിവില്ല, പക്ഷേ ഇങ്ങനെ ഒരു ദൃശ്യം അതിനകത്ത് വന്നപ്പോൾ എന്തോ സംഭവിച്ചു. അത് CPM ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറഞ്ഞപ്പോൾ വിൽപ്പനയ്ക്ക് ഹോട്ടാകുമല്ലോ. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് യുവതിയെയും മകനെയും വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയതായി പരാതി. കഴക്കൂട്ടം പുല്ലാട്ടുകരി CPM ബ്രാഞ്ച് സെക്രട്ടറി അരുൺ കണ്ടാലറിയാവുന്ന മറ്റൊരു വ്യക്തി എന്നിവർക്കെതിരെയാണ് പുല്ലാട്ടുകരി സ്വദേശി ബിന്ദു പരാതി നൽകിയത്. നിന്റെ വീടാണ് ഇത്, നിന്റെ വീടാണ്. അത് നിങ്ങൾ എന്തോ ചെയ്തു? നിങ്ങൾ നിനക്കെന്ത്? എനിക്കൊന്നുമില്ല. ഇതായിരുന്നു സംഭവം. ഇതിനെക്കുറിച്ച് അവിടെ പോയി കഴക്കൂട്ടത്തിന് സമീപം പുല്ലാട്ടുകരി ക്ഷേത്രത്തിനടുത്തുള്ള ഈ അരുൺകുമാറിൻ്റെ വീടിനടുത്ത് പോയി സംഭവത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോഴാണ് അമ്മാവനും മരുമകളും തമ്മിലുള്ള പ്രശ്നം, അതായത് അരുൺകുമാറിൻ്റെ അപ്പൂപ്പനാണ് ഈ പരാതി പറയുന്നത്. അരുൺകുമാറിൻ്റെ കൊച്ചച്ഛൻ്റെ ഭാര്യ, കൊച്ചച്ഛൻ മരണപ്പെട്ടു പോയി. ആ വീട്ടിൽ അപ്പൂപ്പനും അമ്മുമ്മയും താമസിക്കുന്നുണ്ട്. അവിടെ ആരോ വരുന്നുണ്ടെന്ന് അപ്പൂപ്പൻ ഈ അരുൺകുമാറിനോട് പറയുന്നു. ആരോട്? CPM ബ്രാഞ്ച് സെക്രട്ടറിയോടല്ല, സ്വന്തം ചെറുമകനോട്. നീ അതൊന്ന് പറഞ്ഞു വിലക്കണമെന്ന് സ്വന്തം മരുമകളടുത്ത് പറയാൻ ചെറുമകനോട് പറഞ്ഞപ്പോൾ അരുൺകുമാർ അക്കാര്യം അവിടെ പോയി അത് താഴെ ആള് താമസിക്കുന്നു, ശരിയല്ല എന്ന് പറഞ്ഞതാണ് ഈ വിഷയങ്ങൾക്കും ഈ നുണ വാർത്തകൾക്കെല്ലാം ആധാരം. ബാക്കി അവിടെ പോയി ചെയ്ത് അവർ പ്രതികരിച്ചത് നിങ്ങൾ കേൾക്കും. CPM എന്നൊരു വാക്കുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏതൊരു വിഷയത്തിലും വ്യാജ വാർത്തകൾ വക്രീകരിക്കുക, അത് കുടുംബ പ്രശ്നമാണെങ്കിൽ പോലും. അങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം CPM ബ്രാഞ്ച് സെക്രട്ടറി, അതായത് കഴക്കൂട്ടത്തിന് സമീപം പുല്ലാട്ടുകരിക്ക് അടുത്തുള്ള CPM ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള അരുൺകുമാർ ഒരു വീട്ടിലേക്ക് ഇരച്ചു കയറി എന്നതിൻ്റെ പേരിൽ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അത് കുടുംബത്തിനകത്ത് നടന്ന ഒരു സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നവും ആ കുടുംബ പ്രശ്നത്തിൽ ഇടപെട്ട ഒരു വീഡിയോയെ തെറ്റായി സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് ഇതിൽ ഒരു വ്യക്തിയെ വേട്ടയാടാൻ വേണ്ടി സമൂഹത്തിലെ ചിലരും ഒപ്പം തന്നെ കുടുംബത്തിലുള്ള ഒരു സ്ത്രീ നടത്തിയ ശ്രമമാണെന്ന് അതിൻ്റെ യാഥാർത്ഥ്യം അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനെ സംബന്ധിച്ച് ഈ ഒരു വിഷയമുണ്ടായി. കഴക്കൂട്ട സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ പരാതിയുമായി ബന്ധപ്പെട്ട് എന്താണ് ആ വീട്ടിൽ സംഭവിച്ചതെന്നും CPM ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള അരുൺകുമാർ അങ്ങനെ ഏതെങ്കിലും ദുരുദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ ആ വീട്ടിൽ കടന്നു കയറിയത്, സ്വന്തം ബന്ധുവാണ് ആ വീട്, ആ വീട്ടിൽ കടന്നു കയറിയത് ദുരുദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്നതിനെ സംബന്ധിച്ച് ഇതേ വീട്ടിൽ താമസിക്കുന്ന ആ പരാതിക്കാരിയായ ബിന്ദുവിന്റെ അമ്മാവനായിട്ടുള്ള ഭർത്താവിന്റെ അച്ഛനായിട്ടുള്ള വ്യക്തി നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും. എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചതെന്നുള്ള കാര്യം. പരാതി വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 2 വർഷമായി എൻ്റെ മോൻ മരണപ്പെട്ടിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ വന്ന് എൻ്റെ ആ വീട്ടിൽ താമസിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാർട്ടി, അത് ആരുടെ വീടാണത്?
വീട് എൻ്റെ വീടാണ്. എന്റെ വീടാ ഉം. വെച്ച് മകൻ ഞാൻ വെച്ച വീട് എൻ്റെ കുടുംബസ്ഥലം, എൻ്റെ അച്ഛനും അമ്മയും തന്ന സ്ഥലം, അതിൽ ഞാൻ വീട് വെച്ച് അത് ഞാൻ വാടകയ്ക്ക് കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് അവന് താമസമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവന് താമസിക്കാൻ സൗകര്യം കൊടുത്ത് അവർ താമസിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മകൻ മരിച്ചത്. മകൻ മരിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആ 16 അടിയന്തരം കഴിഞ്ഞ് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ വീണ്ടും വന്ന് താമസിക്കാൻ വന്നു. ആ സമയത്ത് ഇങ്ങനെ പലരും വരുന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിനകത്ത് തോന്നുന്നുണ്ട്. അത് വെച്ച് നമ്മൾ അങ്ങനെ രാത്രി അസമയത്ത് ആൾക്കാർ വരുന്നുണ്ട്. അതിനനുസരിച്ച് ഞാൻ എൻ്റെ ഒരു ബന്ധുവിനെ കണ്ടപ്പോൾ ഞാൻ വീട്ടിൽ വന്നിരുന്നു. ബന്ധു ആരാണ്? ഈ ചെറുമാൻ എൻ്റെ പേരെനിക്ക് ക്ലിയർ കിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ചേട്ടത്തിയുടെ മോൻ്റെ മോനാണ്. ഞാൻ കണ്ടപ്പം ഇവിടെ ഇന്ന കണക്കാണ് സംഭവം എന്ന് നീ ഒന്ന് ചോദിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അരുൺകുമാർ ബ്രാഞ്ച് സെക്രട്ടറിയോട് പറഞ്ഞു. അമ്മ അത് അങ്ങനെ അപ്പോൾ തന്നെ മോളിൽ ചെന്ന് അവളോട് ചോദിച്ചിട്ട് തിരിച്ച് പോവുകയും ചെയ്തു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പരാതി ഉണ്ടെന്നും പറഞ്ഞ് നമ്മളെ വിളിപ്പിച്ച് അവരിങ്ങനെ ചോദ്യം ചെയ്ത് ഒടുവിൽ CA പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, മോളിൽ നിങ്ങൾ ഇനി മേലാൽ പോവരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒഴിവാക്കി വിട്ട് ഞങ്ങളാക്കാം. വീണ്ടും അവൾ വന്നിട്ട് അതിന് മുകളിൽ തലയ്ക്കകത്തുള്ള ആളെ ആരോ പിടിച്ചിട്ട് അവനെ കേസാക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ലെവലിൽ ഇപ്പോൾ പോയി ഇങ്ങനെ ഇതുപോലെ ഇതിൽ കൊടുത്തുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒരാൾ രാത്രി 8 മണിക്ക് വന്നിട്ട് വാതിൽ തട്ടിയപ്പോൾ നമ്മൾ ഡോർ തുറന്നപ്പോൾ നിങ്ങൾ ആരാണെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ ഈ സാധനം മാറ്റാൻ വേണ്ടി വന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അന്ന് രാത്രി ആയതുകൊണ്ട് പറ്റില്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അവർ പിന്നെ ആരായിരുന്നു ആളിനെ ഞാൻ ചോദിച്ചിട്ട് ആളിൻ്റെ പേര് പറയുന്നില്ല, അയാൾ സ്ഥലം ചോദിച്ചു. അപ്പോൾ അങ്ങേര് പറഞ്ഞു തന്ന് വട്ടൂർക്കാവാണെന്ന് പറഞ്ഞു. എന്താണ് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു? ഇല്ല മുമ്പൊന്നും കണ്ടിട്ടില്ല. ഫസ്റ്റ് കാണുന്നതാണ് അയാളെ. രാത്രിയാണ്. അപ്പോൾ അത് എന്നാൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മാറ്റി തരാമെന്നും പറഞ്ഞ് പോയി. പക്ഷെ അതിന് ശേഷം അയാൾ സ്ഥിരമായിട്ട് അവിടെ തന്നെ താമസം. അത് കഴിഞ്ഞ് ഈ അരുൺകുമാർ നേരത്തെയും വീട്ടിൽ കാണാൻ വരാറുണ്ടായിരുന്നു. അതൊക്കെ നേരത്തെ മുമ്പ് അവൻ ഉള്ളപ്പോഴും വരും, എൻ്റെ മോൻ ജീവിച്ചിരിക്കുമ്പോഴും വരും, അല്ലാതെയും വരും, കാണാനായിട്ട് വരാം. ഈ ഇതിനെ സംബന്ധിച്ച് CPM ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി വീട്ടിൽ അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞൊരു വാർത്തയൊക്കെ പുറത്തു വരുന്നു. അത് എനിക്ക് അറിഞ്ഞൂടാ അതിനെപ്പറ്റി. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം അത് ഈ എൻ്റെ ഈ പറയുന്ന ആള് ഈ വാസ്തവത്തിൽ സത്യം എന്താണെന്ന് വെച്ചാൽ അവൻ ഇതിന്റെ ബ്രാഞ്ച് സെക്രട്ടറി എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അതിന്റെ ഒരു വാർത്ത വന്നതൊക്കെ അപ്പോൾ വെറും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തിരുന്നു. അത് സാധാരണ രീതിയിൽ വെച്ചാൽ ഞങ്ങൾ അവിടെ താമസിക്കാൻ തുടങ്ങി അന്ന് മുതൽ അവളും ഇങ്ങനെ ഓരോ കാര്യം ഞങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. അത് പോലീസ് സ്റ്റേഷനിൽ പല പ്രാവശ്യവും എൻ്റെ ജീവിതത്തിൽ പോലീസ് സ്റ്റേഷനിൽ കയറാത്ത ആളാണ് ഞാൻ. ഞങ്ങളെ ഇപ്പം സ്ഥിരമായിട്ട് അവർ ഓരോ പേരും പറഞ്ഞ് ഞങ്ങളെ വിളിപ്പിക്കുക, അതുപോലെ പറഞ്ഞു വിടുക. ഫസ്റ്റിൽ വിളിപ്പിച്ച് ഞങ്ങൾ ചെന്ന് തിരക്കുന്ന ദിവസം വിളിച്ച് കാലത്ത് 10 മണിക്ക് വരണമെന്ന് പറഞ്ഞ് അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സാറേ ഇവിടുന്ന് വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്ന് നിങ്ങൾ അവിടെ ഇരിക്കുക എന്ന് ഇരുന്നു. 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ സാറിൻ്റെ ചോദിച്ചു, സാറേ ഞങ്ങൾ വന്നിട്ട് ഇത്രയും സമയമായി, സാറ് ഒന്നും പറയണില്ല, എന്തിനാണെന്നൊന്നും പറഞ്ഞോടല്ലേ. നിങ്ങൾ രണ്ടും കൂടെ കഴിച്ച് വീട്ടിൽ പോയി എന്ന് പോലീസുകാർ മറുപടി പറയണം. വീണ്ടും വെളിയിറങ്ങി. വീണ്ടും ഞാൻ ചെന്ന് ചോദിക്കുകയാണ്, സാറ് ഞാൻ ഇനിയും വരണോ? വേണ്ട, നിങ്ങൾ പോയി, അവളോട് ഞാൻ മറുപടി പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടു. പിന്നീടും ഇതുപോലെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഉടനെ പോലീസിൽ വിളിച്ചു പറയുക, ഞങ്ങളെ വിളിപ്പിച്ച് പറഞ്ഞു വിടും. മരുമകളായിട്ട് വയോധികരായിട്ടുള്ള നിങ്ങളെ വല്ലാതെ അത് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് വളരെയേറെ ബുദ്ധിമുട്ടിക്കുകയാണ്. അത് എപ്പോഴും ഞാൻ ഒരു കാര്യം കൂടെ ഇത് കേൾക്കാൻ വേണ്ടി പറയാം. ഞാൻ എപ്പോഴും ദൈവത്തിനെ വിളിക്കുള്ളൂ. അവൾ കേൾക്കാൻ ഞാൻ വിളിക്കും, ദൈവമേ നീയാണ് സാക്ഷി, ഞാൻ വെച്ച എനിക്ക് എൻ്റെ കുടുംബത്തിന് തന്ന സ്ഥലം അവിടെ ഞാൻ വീട് വെച്ച് എനിക്ക് കിടക്കാൻ ഇടാനില്ല, കറണ്ട് പോയി വഹിക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ പറയണ കൂട്ടത്തിലാണ് ഒരു ദിവസം പറഞ്ഞത്, നിങ്ങൾക്ക് 2 മോൻ പോയില്ലേ, ഇനി 1 മോൻ ഉണ്ട്, അത് ഉടനെ പോകും. പേടിയാണ് വാസ്തവത്തിൽ. അവിടെ കഴിഞ്ഞു പോകണം, ഞങ്ങൾ 2 പേരും കഴിഞ്ഞു പോകണം വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. നമുക്ക് എപ്പോഴും പേടിയാണ്, ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ഒന്നും പറയാൻ പറ്റില്ല.
എൻ്റെ മോൻ വന്നിട്ട് പ്രഷർ കൂടിയ BP കൂടി വീഴുന്നു. അത് ഏതൊരു കാലത്ത് 11 മണിക്ക് വീഴുന്ന ആള് വൈകുന്നേരം 5 മണി വരെ ഇട്ടിരുന്നു. അനന്തപുരി ഡോക്ടർ ചോദിക്കുകയാണ് ഇത്രയും സമയം എന്തിനു ഇട്ടിരുന്നു? ആ സമയത്ത് അവനും അവളുമായിട്ട് എത്രയും കാലം കൊണ്ട് ഒരടുപ്പവും ഇല്ല. ആരോപണ വിധേയനായ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള അരുൺകുമാറിനും തന്റെ നിരപരാധിത്വത്തെക്കുറിച്ച് ചിലത് പറയാനുണ്ട്. അപ്പോ അരുൺകുമാർ, ഇന്നലെ CPM ബ്രാഞ്ച് സെക്രട്ടറി ഒരു വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി എന്ന് പറഞ്ഞ ഒരു വീഡിയോ പ്രചരിക്കുന്നു. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? അത് എൻ്റെ പേര് അരുൺകുമാർ. ഞാൻ ഇവിടുത്തെ CPM ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. അത് അപ്പുറം അതെൻ്റെ കൊച്ചിൻ്റെ വീടാണ്, അച്ഛൻ്റെ അനിയൻ്റെ. അത് എൻ്റെ കുഞ്ഞമ്മയാണ് ഈ പരാതി കൊടുത്തേക്കുന്നത്. കണ്ടാൽ അറിഞ്ഞുകൂടാത്തതെന്ന് പറഞ്ഞ് പരാതി സ്റ്റേഷനിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവന് ഒരുത്തൻ വീട്ടിൽ വരെയെന്ന് അവൻ ചോദിച്ചിട്ട് പറഞ്ഞു. അത് അവളുടെ അടുത്ത് ചോദിച്ചു എന്നൊക്കെ അവൾ പറഞ്ഞു തരുമെന്നാണ് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ മേളിൽ ചെന്നിട്ട് ചോദിച്ചു, ഇവിടെ ഈ രാത്രി ആണുങ്ങൾ വന്നു പോകുന്നത് ശരിയല്ല, താഴെ അപ്പൂവിനും അച്ഛമ്മയൊക്കെ ഉള്ളതാണ്, അത് നിങ്ങൾ കാണിക്കുന്ന തെറ്റാണ്, അത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വന്ന ശേഷമാണ് ഈ സ്ത്രീ ബാക്കിൽ നിന്ന് വിളിക്കണത്. എടാ നില്ലടാ, അവിടെ നില്ലടാ, നിനക്ക് എൻ്റെ വീടാണ്ട, നിനക്ക് എന്തൊരു അധികാരം? ഞാൻ നിങ്ങൾക്കുള്ള അധികാരം എന്തിനാണ്? അതിനേക്കാളും അധികാരം അവർക്കുണ്ട്. അച്ഛാമ്മയും അപ്പൂവനും അവരുടെ സ്ഥലമാണ്, അവരത് ഇഷ്ടദാനമായിട്ട് മോൻ എഴുതി കൊടുത്തതാണ്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇറങ്ങി വന്നത് ഇവരാണ് ബാക്കിൽ നിന്ന് ബഹളം വെച്ചിട്ട് വന്നത്. അല്ല, നമ്മൾ മദ്യപിച്ചുകൊണ്ടല്ല അവിടെ പോയത്. അവർ പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ മദ്യപിച്ച് പോയി അവരെ ആക്രമിക്കാൻ ശ്രമിച്ചു, ഇതൊന്നും അല്ല. ഒരു വ്യാജ വീഡിയോ അവർ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അവർ പൈസകൾ കൊടുത്ത് അതിന് പ്രചരിപ്പിച്ചതാണ്. അത് വേറെ എന്തെങ്കിലും അതിൻ്റെ ബാക്കിൽ പാർട്ടിക്ക് എതിരെ എനിക്കെതിരെയായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ദുരുദ്ദേശം വേറെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതായിരിക്കാം. ഈ സംഭവം നടന്നത് എന്നാണ് 18-ാം തീയതി കണ്ടത്. 18-ാം തീയതി. അത് കഴിഞ്ഞ് ഈ 2 ആഴ്ച വരെ ഇതിനെപ്പറ്റി യാതൊരു ഇതും ഇല്ലായിരുന്നു. അതിനുശേഷമൊക്കെ ഇവിടെ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക്, ഒരു അമ്പലത്തിലെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ കോൺഗ്രസ്സുകാരും CPM-മാരും എന്നുള്ള രീതിക്കാണ് അവർ അതിനെ എടുത്തത്. അല്ലെങ്കിൽ എന്നെ ഒരു വ്യക്തി, ഒരു ബ്രാഞ്ച് സെക്രട്ടറി അല്ലെങ്കിൽ എന്നെ ഒരു ടാർഗറ്റ് ചെയ്തായിരിക്കും, ഞാനാണ് സമ്മതിക്കാതിരുന്നെന്നുള്ള രീതിക്കായിരിക്കും ഈ കേസ്. പിന്നെ ഈ 14 ദിവസം കഴിഞ്ഞാണ് ഇത് കുത്തിപ്പൊക്കി വരണത്. പോലീസ് സ്റ്റേഷനിൽ പോയി CS-സാറിനെ കണ്ടു. CS-സാർ പരാതി വായിച്ചു നോക്കി, പരാതി വായിച്ചു, അവർക്ക് നീതി വേണമെന്ന് പറഞ്ഞു. പിന്നെ സാറ് പറഞ്ഞു നിങ്ങൾ പോയോ? ഞാൻ പറഞ്ഞു പോയി സാറേ, ഇതേനെ കാണാം. അപ്പൂപ്പനും വന്നു സ്റ്റേഷനിൽ, അച്ഛാമ്മ വന്നു, എല്ലാവരും വന്ന് പറഞ്ഞു ഇതേനെ കാണാൻ. അവൻ വേറെ ഒന്നും ചെയ്തില്ല. അവൻ പോയി ചോദിച്ചു, ഞങ്ങൾ താഴെ നിൽക്കുക തന്നെ, സ്റ്റെയറിൻ്റെ താഴെ അപ്പോൾ നിൽക്കണം, മേളിൽ ഞാൻ നിൽക്കണം. അപ്പോൾ പറഞ്ഞു ഇതൊന്ന്. അപ്പം CS-സാർ പറഞ്ഞു ഇന്ന് നമുക്കൊരു കാര്യം കഴിഞ്ഞ് മേലെ നീ അവിടെ പോരും, താഴെ വേണമെങ്കിൽ പൊയ്ക്കോ, അപ്പൂപ്പൻ അച്ഛമ്മ കണ്ടു, മേളിൽ പോകണ്ട എന്നുള്ള രീതി അവിടെ എഴുതി വെച്ചു. അപ്പോൾ ഞാൻ താഴെയും പോയില്ല, അതിനുശേഷം മേളിലോട്ടും പോയിട്ടില്ല, അതിനുശേഷം ആ ഏരിയ പോലും പോയിട്ടില്ല. പക്ഷേ അവർ ഈ 11 ദിവസം ഈ കഴിഞ്ഞ കൊടുത്ത പരാതിയിൽ ഞാൻ അവരെ നിരന്തരം അവരെ ജോലിക്കാരെ ഭീഷണിപ്പെടുത്തുന്നു. അതിലേ പോകുമ്പോൾ അങ്ങോട്ട് നോക്കും, ഇങ്ങോട്ട്. ഞാൻ അവിടെ ഫ്രണ്ടിൽ CCTV ഉണ്ട്, അതൊക്കെ നോക്കിയാൽ ഞാൻ ഏരിയ പോലും പോയിട്ടില്ല. അവർ നിരന്തരം കള്ളാണ് പറയുന്നത്. എന്നെ അറിയത്തില്ല എന്നാണ് അവർ ആ പരാതിയിൽ എഴുതിയേക്കുന്നത്. അതൊന്നുമല്ലേ എൻ്റെ അച്ഛൻ്റെ അനിയനാണ് സുനിൽ എന്നുള്ളത് ഇവിടെ ഉള്ള ഈ ഉല്ലാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പോ മനഃപൂർവ്വം നമ്മളെ കളി ഇത് തേജോവധം ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അതെ അതെ അതെ. കേട്ടല്ലോ, നിങ്ങൾ തന്നെ വിലയിരുത്തിക്കോളൂ. ആ സംഭവത്തെ കഴക്കൂട്ടം പോലീസിനുൾപ്പെടെ കാര്യങ്ങൾ മനസ്സിലായി. പോരാത്തതിന് ഈ വീട്ടിൽ ഫുൾ CCTV ദൃശ്യമുണ്ട്. ആ CCTV ദൃശ്യങ്ങൾ എടുത്താൽ പോലും ഈ വിഷയത്തിനപ്പുറം മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൂപ്പനെയും അമ്മൂമ്മയും നിരന്തരം കാണാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. കാണാൻ പോയ സന്ദർഭത്തിൽ ഒരു പരാതി പറഞ്ഞു. സ്വാഭാവികമായിട്ട് ബന്ധു കുഞ്ഞമ്മ എന്നുള്ള നിലയ്ക്ക് പോയി ഇങ്ങനെ ഒരു കാര്യം അരുൺകുമാർ പറയാൻ ശ്രമിച്ചു. അത് പിന്നെ മദ്യപിച്ച് അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് മാറി. നോക്കണേ, വ്യക്തിവിദ്വേഷം തീർക്കാൻ വേണ്ടി ഒരാളുടെ പേരിൽ വ്യാജ പരാതി കൊടുത്തതിനെയാണ് നമ്മുടെ നാട്ടിൽ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ മദ്യപിച്ച് ഇരച്ച് കയറി എന്ന് പറഞ്ഞാൽ ആ വാർത്തയ്ക്കുള്ളിലെ ദുരുദ്ദേശം എന്താണ്? ആ വ്യക്തിയെ സമൂഹത്തിന്റെ മുന്നിൽ തേജോവധം ചെയ്യുക എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും ലക്ഷ്യം ആ വാർത്തയ്ക്കകത്തുണ്ടോ? അതിനുവേണ്ടി സംഭവം നടന്ന, അതായത് കഴിഞ്ഞ മാസം 18-ാം തീയതി നടന്ന സംഭവത്തെയാണ് 2-ാം തീയതി വാർത്തയായിട്ട് പുറത്തു വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏകദേശം 2 ആഴ്ച വരെ സ്റ്റേഷനിൽ ഒത്തുതീർപ്പായ വിഷയത്തെ 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു ഓൺലൈൻ മാധ്യമത്തിലൂടെ ഇതിനെ കുത്തി പുറത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു താല്പര്യമില്ലേ? ആ താല്പര്യം ബ്രാഞ്ച് സെക്രട്ടറി ആണ് എന്നുള്ളൊരു ലേബലും പ്രാദേശികമായിട്ടുള്ള പൊളിറ്റിക്സ് എന്നാണ് അരുൺകുമാറിൻ്റെ പരാതി. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ സത്യാവസ്ഥ അറിയണം. എന്ത് വിഷയത്തിലും ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ ന്യായീകരിക്കേണ്ട കാര്യമേ ഇല്ല. പക്ഷേ അവരുടെ പക്ഷത്ത് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ, അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അവർ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരിക്കലും
തേജോവധം ചെയ്യപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ അവരെ അധിക്ഷേപിക്കാൻ പാടില്ല. ആ കാര്യം നടന്നു എന്നുള്ള യാഥാർത്ഥ്യം ജനം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പ്രായമായ വയോധികരായിട്ടുള്ള, അതായത് ഈ പരാതി കൊടുത്ത സ്ത്രീയുടെ അമ്മാവൻ, ഭർത്താവിൻ്റെ അച്ഛനും അമ്മയുമാണ് ഈ പരാതികളെല്ലാം പറഞ്ഞത്. അവർക്ക് ഈ വയസ്സാം കാലത്ത് സഹായമായിട്ട് ചെറുമകനോട് ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറയാൻ അരുൺകുമാറിന് കഴിഞ്ഞില്ല. അവിടെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം കാര്യം. അവിടെ പോയി കാര്യമായി പറഞ്ഞ കാര്യം അതിനെ അവർ വക്രീകരിക്കാൻ ശ്രമിച്ചു, പരാതി കൊടുത്തു. 2 ആഴ്ചയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിലൂടെ CPMന്റെ കാര്യം പറഞ്ഞ് അധിക്ഷേപിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ചില ദുരുദ്ദേശമുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് ആ കാര്യത്തെക്കുറിച്ച് കേട്ടപ്പോൾ സത്യാവസ്ഥ നാടറിയണം, അല്ലെങ്കിൽ നാടിനെ അറിയിക്കണമെന്ന് തോന്നിയത്. അത് ഈ രീതിയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. നിങ്ങൾക്കും വിലയിരുത്താം.